നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നേഴ്സിങ്ങിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കേൾക്കുക. ആദ്യമായിട്ട് BSc നേഴ്സിംഗ് എന്ന കോഴ്സ് കേരളത്തിൽ പഠിക്കുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ അലോട്ട്മെൻറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് ബേസിലുള്ള അലോട്ട്മെൻ്റ് ആയിട്ടുള്ള LBS അലോട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജിൽ കണ്ടക്ട് ചെയ്യുന്ന PNC MAC എന്ന് പറയുന്ന അലോട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജ് ഹാൻഡിൽ ചെയ്യുന്ന AMCS FNCK എന്ന് പറയുന്ന അലോട്ട്മെൻ്റ് ഉണ്ട്. കൂടാതെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന CPASൻ്റെ അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത്ര അലോട്ട്മെൻറ്റുകൾ വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ ടോട്ടൽ കോളേജുകളുടെ എണ്ണം 135 അപ്രോക്സിമേറ്റ്ലി കോളേജുകളാണുള്ളത്. അതിൽ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 10,000 ആണ്. ആ 10,000 സംതിങ് എന്ന് പറയുമ്പോൾ ഒരു 1000 സീറ്റ് അഡീഷണൽ വരുമായിരിക്കും. ആ അത്രയും സീറ്റേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 75,000, ചിലപ്പം 80,000, 1 lakh ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ +2 എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളായിട്ടുള്ള CBSEക്കാരുണ്ട്, ICSE കാൻഡിഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ VHSE പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ നോർമൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും ഉണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിക്കാത്തവരുണ്ട്. 2-3 വർഷമായിട്ട് എൻട്രൻസുകൾ റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് വിദ്യാർത്ഥികൾക്ക് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു മോർ ദാൻ 95% ഓഫ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് കിട്ടാനുള്ള സാധ്യത. ഈ അലോട്ട്മെൻറ്റുകളിൽ പ്രധാനമായിട്ടും റിസർവേഷൻ കാറ്റഗറിക്കാർക്കാണ് ആദ്യം കിട്ടുന്നത്. അതിൽ SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ OBC വിഭാഗത്തിലുള്ളവരുണ്ട്, OEC വിഭാഗത്തിലുണ്ട്, EWS വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, NRI കോട്ടയിലുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിക്കാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ അലോട്ട്മെൻറ്റുകളും ഓരോ പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ അണ്ടറിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ PNC MAC എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജിലെ 50% സീറ്റാണ്. അതിലെ ബാലൻസ് 50% സീറ്റ് എന്ന് പറയുന്നത് LBS അലോട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഒരു കോളേജിലെ 50% സീറ്റ് PNC MACലും 50% ഓഫ് സീറ്റ് LBS അലോട്ട്മെൻറ്റിലും പോകുന്നു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പല രീതിക്കും റാൻഡമായിട്ട് അപ്ലൈ ചെയ്താലും കിട്ടാനെങ്കിൽ നല്ലൊരു മാർക്ക് വേണമെന്നാണ് സാരം. കൂടാതെ ഇപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ കിട്ടണമെങ്കിൽ മോർ ദാൻ 92, 93 എബോവ് ഒക്കെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 101% കിട്ടുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നവരുണ്ടാവും. അതായത് +1ൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ട് അവർക്ക് അറിയാൻ പറ്റും 90 ബിലോ ആയിരിക്കും മാർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. മെറിറ്റ് ബേസിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ മെറിറ്റ് ഫീസ് തന്നെയുള്ള അതേ സെയിം ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് അതർ സംസ്ഥാനങ്ങളിലുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് നോക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കേരളത്തിൽ മെഡിക്കൽ കോളേജും നോർമൽ നഴ്സിംഗ് കോളേജും ഹോസ്പിറ്റലിലുള്ള കോളേജുകളും എല്ലാം ഷഫിൾ ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജ് മാത്രം ഹയർ ചെയ്ത് പഠിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതർ സംസ്ഥാനങ്ങൾ, അതായത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ കോളേജിലും സീറ്റ് എടുക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കർണാടക സ്റ്റേറ്റിലാണെങ്കിൽ കർണാടക എൻട്രൻസ് ടെസ്റ്റ് KEA നടത്തുന്ന എൻട്രൻസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. തെലങ്കാനയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ആണെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ കാൻഡിഡേറ്റിനാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. തമിഴ്നാട് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എൻട്രൻസിൻ്റെ ഒന്നും അതുപോലെ തന്നെ ആവശ്യമില്ല, അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ നേരിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ ടൈപ്പ് ഫീസ് സ്ട്രക്ചറാണ്. അപ്പം വിദ്യാർത്ഥികൾക്കെല്ലാം അതുപോലെ തന്നെ പേരൻസിനെല്ലാം BSc നേഴ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഞാനിവിടെ വീഡിയോ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അഡ്മിഷനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലോ അതുപോലെ തന്നെ കോളേജുകളെ പറ്റി, എൻട്രൻസിനെ പറ്റി, സബ്ജക്റ്റിനെ പറ്റി, സിലബസിനെ പറ്റി, പ്ലേസ്മെൻറ്റിനെ പറ്റി, അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ഇൻഫർമേഷനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.